റാം മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മെട്രോയിൽ കയറി ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് മുഴുവനും അഞ്ജലി പറഞ്ഞ വാക്കുകളാണ്. എന്നാ അഞ്ജലി, ഞാനൊന്ന് അവളോ ലവ് പണിയിട്ടും ഇപ്പിടി സൊല്ലിട്ടേ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയപ്പോൾ മനസ്സൊട്ടും ശരിയല്ലായിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിൽ എന്നും വാങ്ങുന്ന പൂക്കാരി ചേച്ചിയും പലഹാരങ്ങൾ വിൽക്കുന്ന ചേച്ചിയും അവനെ നോക്കി ഉറക്കെ വിളിച്ചിരുന്നു. പക്ഷെ അവൻ്റെ ചെവിയിലൊന്നും തന്നെ വന്നില്ല. വീട്ടിൽ കയറി ഷൂ ഊരി അവനുള്ളിലേക്ക് കയറി സോഫയിലിരുന്നു. ലക്ഷ്മി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് വീൽ ചെയർ ഉരുട്ടി വന്നു. എന്താ കണ്ണാ, എന്നാച്ച് ഇന്ന് അമ്മയ്ക്ക് പൂവുഴുന്ന വടയും ഒന്നുമില്ല? അവൻ്റെ തലയിൽ തഴുകി പറഞ്ഞു. സോറി അമ്മ, മറന്നുപോയി. അവൻ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു. എന്താ എന്താ മോനെ? അവർ വെപ്രാളത്തോടെ ചോദിച്ചു. അമ്മ, ഞാൻ അഞ്ജലി സീരിയസ് ആയി ലവ് പണ്ട്. പക്ഷെ അവള് പറയാ ഞാൻ അവളെ യൂസ് ചെയ്യുന്ന പോലെയാണെന്ന്. റിയ ഞാനും തമ്മിലുള്ള ബന്ധം അവളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ അവളെ എന്ത് യൂസ് ചെയ്യുന്ന അമ്മ? അവളെ എനിക്കിഷ്ടം. ഞാൻ അതിരി വിട്ട് ചെയ്തിട്ടില്ലൊന്നും. അവൾക്കറിയാം എനിക്കവളെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവളൊന്നും പറയാത്ത പോലെ എന്നോട് പെരുമാറുന്നേ. റാം കരഞ്ഞോണ്ട് പറഞ്ഞു. കണ്ണാ, അവൾ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പൊട്ടി പെണ്ണാണ്. നീയും റിയയും തമ്മിലുള്ള സ്നേഹം ചിലപ്പോൾ തെറ്റായിട്ട് തോന്നിക്കാണും. പിന്നെ അവൾ നീ യൂസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവൾക്ക് തോന്നണമെങ്കിൽ നിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ടായോ? അമ്മ ചോദിച്ചു. അമ്മ, അങ്ങനെ ചോദിച്ചാ ഞാൻ അവളെ കിസ് ചെയ്തിരുന്നു. ഒന്നല്ല പലവട്ടം. അതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണമ്മ. കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അവൾക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ അതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു, റാം പറഞ്ഞു. അമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. കണ്ണാ, നീ കുറച്ച് കുറുമ്പ് അധികം കാണിച്ചിട്ടുണ്ട്. നിന്റെ മനസ്സിലുള്ളത് മുഴുവനും. എന്താ? അറിയാതെ എങ്ങനെയാ അവൾ ഇതൊക്കെ മനസ്സിലാക്കുക? അവൾ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണ്. നീ ആദ്യം അവളെ കണ്ട് അവളുടെ അടുത്ത് നിന്റെ മനസ്സിലുള്ളത് മുഴുവനും പറയുക. നിങ്ങളുടെ ഇടയിലുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. നാളെ തന്നെ അവളെ കാണണമ്മ. ഹോസ്പിറ്റലിൽ പോയി കാണാം. ഞാൻ അവൾക്ക് വേണ്ടി റിങ് വരെ വാങ്ങി വെച്ചിട്ടുണ്ട്. പോക്കറ്റിൽ നിന്നും 6 ലെറ്റർ മോഡൽ എഴുതിയൊരു മോതിരം അവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്പടെ കേമാ, അപ്പോൾ പ്രപ്പോസ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു അല്ലേ? അമ്മ ചോദിച്ചു. അതിനു മുൻപേ പെണ്ണ് തെറ്റിപ്പോയി. കവിൾ വീർപ്പിച്ച് റാം പറഞ്ഞു. എല്ലാം നാളെ ശരിയാക്കും. എൻ്റെ മോൻ ഫ്രഷ് ആയി വാ. ഞാൻ ചപ്പാത്തി കുഴിച്ച് വെച്ചിട്ടുണ്ട്. നീ അതൊന്ന് പരത്തിയെടുത്താൽ മതി, അമ്മ അവനെ നോക്കി പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് കുളിക്കാൻ പോയി. അമ്മയുടെ വാക്കുകൾ എന്തൊരു കോൺഫിഡൻസ്. പിറ്റേ ദിവസം രാവിലെ തന്നെ റാം ബൈക്കെടുത്ത് നന്ദിനി ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ മുന്നിൽ നിന്നും അഞ്ജലി ഫോൺ വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ്. ഹോസ്റ്റലിൽ നിന്നും പുറത്തിറങ്ങുന്ന അഭിരാമിയെ കണ്ടപ്പോൾ തന്നെ ഒരു മല്ലു ലുക്ക് അവന് തോന്നിയിരുന്നു. കുട്ടി, ഇവിടെ കേരളത്തിൽ നിന്നും ഒരു മിസ് അഞ്ജലി താമസിച്ചിരുന്നു. പാലക്കാടാണ് നാട്. അവരെ അറിയുമെങ്കിൽ ഒന്നിങ്ങോട്ട് താഴെ വരാൻ പറയൂ, അവൻ വളരെ താഴ്മയോടെ ചോദിച്ചു. നിങ്ങളാണോ റാം? അഭിരാമി ഞെട്ടലോടെ ചോദിച്ചു. അതെ, അവൻ തിരിച്ചും ഞെട്ടലോടെ പറഞ്ഞു. അഞ്ജലി നിങ്ങളുടെ ആരാ? അഭിരാമി ചോദിച്ചു. എൻ പൊണ്ടാട്ടി, അവൻ വളരെ ദൃഢമായി ഉത്തരം പറഞ്ഞു. അവൻ്റെ മറുപടിയിൽ ഒരേ സമയം അഭിരാമി സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. റാം, ഞാനാണ് അഞ്ജലിയുടെ റൂംമേറ്റ്. അഞ്ജലി ഇപ്പോൾ നാട്ടിലെത്തി കാണും. ഇന്നലെ വൈകുന്നേരം തന്നെ അവൾ ടിക്കറ്റ് എടുത്ത് പോയിരുന്നു. വാട്ട്? അതൊരു അലർച്ചയായിരുന്നു. തന്നിൽ നിന്നും ഒരു ജീവൻ പോകുന്ന പോലെ ഒരു വേദന. അതെ റാം, അഞ്ജലി പോയി, അഭി പറഞ്ഞു. പക്ഷേ ഇത്ര പെട്ടെന്ന്? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് നാട്ടിലൊരു ജോബ് ഓഫർ കിട്ടി. കുറേ വീട്ടിൽ നിന്നും നിർബന്ധിക്കുന്നു. പിന്നെ തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. തനിക്ക് തിരിച്ചതില്ലെന്നാണ് അവളുടെ പരിഭവം. ഇന്നലെ എല്ലാം പെട്ടെന്നാണ് നടന്നത്. റിസൈൻ ലെറ്റർ അടക്കം തൻ്റെ ഓഫീസിലെ സ്റ്റാഫിലെ ഏതോ രാഹുൽ അയാളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. റാം ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഓക്കെ ബൈ റാം, എനിക്ക് കോളേജിൽ പോകേണ്ട സമയമായി. തനിക്ക് ഇത്ര സീരിയസ് ഇഷ്ടമാണെങ്കിൽ നഷ്ടപ്പെട്ടാൽ നിൽക്കണ്ട. ഷീസ് എ ജാം, അഫി അവനെ നോക്കി പറഞ്ഞ് മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും രാഹുലിൻ്റെ ഫോൺ അവന് വന്നിരുന്നു. റാം വേഗം ഫോൺ എടുത്തു. എവിടെയായിരുന്നു? ഇന്നലെ തൊട്ട് നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണം. നിന്റെ ജോലിക്കിളി ചെറുതായി പണിയൊപ്പിച്ച് വെച്ചിട്ടാണ് പോയത്, രാഹുൽ പറഞ്ഞു. അറിഞ്ഞു. നീ നമ്മുടെ ചായ് വാലെ കാഫയിൽ വാ, അവിടെ വെച്ച് സംസാരിക്കാം. ഞാനിപ്പോൾ അണ്ണ നഗറെത്തും. രണ്ടുപേരും ചായവാല എന്ന കഫയിലെത്തി. ചെന്നൈ അത്യാവശ്യം ഫേമസ് ആയ ഒരു ചെറിയ ബ്രാൻഡാണ് ഈ ചായവാല. അവിടുത്തെ മസാല ചായയും ബിസ്ക്കറ്റും പിന്നെ പനീർ സാൻഡ്വിച്ചും നല്ലതാണ്. രണ്ടുപേരും അത് ഓർഡർ ചെയ്തിരുന്നു. റാം, നീ ഓക്കെ ആണോ? രാഹുൽ ചോദിച്ചു. എങ്ങനെ ഓക്കെ ആവാൻ? അവളുടെ ഇഷ്ടത്തിന് എൻ്റെ ലൈഫിൽ ഇടിച്ച് കയറി വന്നു. എന്നോട് അടുപ്പം കാട്ടി. ഇപ്പോൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു വാക്ക് പോലും പറയാതെ പോയി. അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ ഈറനായത് അവൻ വ്യക്തമായി കണ്ടു. അവളുടെ ഇൻഫീരിയർ കോംപ്ലക്സ് ആണ് റാം. നിനക്ക് അവളെക്കാൾ ബെറ്റർ കിട്ടുമെന്ന തോന്നൽ.
നിന്ന് സംസാരിച്ചാൽ ഇത് തീരും. അത്ര പ്രശ്നമേ ഉള്ളൂ. ഇതാ അവൾ തന്നതാണ്. ഒന്ന് റിസൈൻ ലെറ്ററാണ്, ഒന്ന് നിനക്ക് പേഴ്സണൽ. 2 ലെറ്ററും രാഹുൽ റാമിന് നേരെ നീട്ടി. അവൻ പേഴ്സണൽ ലെറ്റർ വേഗം തുറന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റാം, ആദ്യമേ ഞാൻ പറയാം, ഞാനിത് മംഗ്ലീഷിൽ എഴുതുന്നത്. റാം, നിനക്ക് മലയാളം വായിക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ഇംഗ്ലീഷിൽ എഴുതുന്ന തെറ്റുണ്ടാവും. അത് മനസ്സിൽ വെച്ച് എന്നെ കളിയാക്കരുത്. ഐ ലവ് യു റാം. ആദ്യമായി ഞാൻ ഈ ചെന്നൈയിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച മുഖം റാം നിന്റെ മാത്രമാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെയായിരുന്നു റാം. എനിക്ക് വേണ്ടി ആദ്യമായി കാപ്പി വാങ്ങി തന്നപ്പോൾ ഒരു താങ്ക്സ് പറയാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും മെട്രോയിൽ വെച്ച് റാം നിന്നെ കണ്ടപ്പോൾ നിന്റെ ഫ്രണ്ട് മാത്രമാവണം എന്ന് കരുതിയുള്ളൂ ഞാൻ. പക്ഷെ എപ്പോഴും ഞാൻ പ്രണയിച്ചു പോയി റാം. ഫസ്റ്റ് ഞാൻ കിസ് ചെയ്തത് എന്ത് ധൈര്യത്തിലാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഓർക്കുമ്പോൾ എൻ്റെ കാർ ഇപ്പോഴും വിറയ്ക്കും. പക്ഷേ അന്ന് നീയും എന്നെ കിസ് ചെയ്തില്ലേ, എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതിയത്. പക്ഷെ അത് വെറും അട്രാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് വിഷമമായെന്നറിയോ. അതിനുശേഷം റാം എത്ര തവണ എന്നെ കേസ് ചെയ്തിട്ടും തൊട്ട് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ് റാം. റാം, ഞാനൊരു ചീത്ത പെൺകുട്ടിയല്ല. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ. എനിക്കറിയാം റാം, നിനക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷെ റാം പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ ഇഷ്ടം അത്രയേ ഉള്ളൂ എനിക്ക്. റാം, നിൻ്റെ കൂടെ കുട്ടിയും മക്കളും ഒക്കെ ആയിട്ട് ഉള്ളൊരു ജീവിതമാണ് വേണ്ടത്. സവിത ചേച്ചിയും അഫിയും പറയുന്നത് നീ എന്നെ അങ്ങനെയല്ല കാണുന്നത് എന്നാ തോന്നുന്നതാണ്. അതെന്താ? ഞാൻ റാമിനെ പോലെ വിദ്യാഭ്യാസവും പണവും ഇല്ലാത്ത കൊണ്ടല്ലേ? അതെ, അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് വയ്യ റാം. എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹം അംഗീകരിക്കാൻ മടിയില്ലാത്ത ഒരാളെയാണ്. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം റാം തന്നെ പറഞ്ഞല്ലോ, എന്നെക്കാൾ ബെറ്റർ കിട്ടുമെന്ന്. ബെറ്റർ തന്നെ കിട്ടും റാം നിനക്ക്. നിന്നെ എനിക്ക് എന്തിഷ്ടാന്നറിയോ? ഇപ്പം പോലും കരച്ചിൽ വരുന്നു ഇതൊക്കെ എഴുതുമ്പോൾ. എനിക്ക് നല്ല ജോലിയും റിയ ചേച്ചിയെ പോലെ സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ റാം ഒരിക്കലും ഇതിലും ബെറ്റർ എന്ന് പറയില്ലല്ലോ. റാം, നിന്നെ ഞാൻ കറുപ്പെന്ന് വിളിച്ച് കളിയാക്കിയതല്ലാട്ടോ. എനിക്ക് കറുത്ത ചെക്കന്മാരെ പണ്ടേ ഇഷ്ടമാണ്, അതും തമിഴ് നടന്മാരെ പോലെയുള്ളവരെ. റാം, നിന്നെ കണ്ടപ്പോൾ എനിക്ക് വിജയ് സേതുപതി പോലെയാ തോന്നിയേ. അതുകൊണ്ട് മനഃപൂർവ്വം നിന്നെ ദേഷ്യം പിടിപ്പിച്ചത്. ഇനി എനിക്ക് നിന്റെ കൈ പിടിച്ചിരിക്കാൻ പറ്റുമോ? മെട്രോയിൽ നിന്റെ കൂടെ ചായ കുടിക്കാൻ പറ്റുമോ? എനിക്കിനി നീ ബൺ ബട്ടർ വാങ്ങി തരില്ല എന്നാലോചിക്കുമ്പോൾ തന്നെ നെഞ്ച് വേദനിക്കുന്നു റാം. ഇതെല്ലാം എനിക്കിനി ഓർമ്മയാണല്ലോ. എനിക്ക് എൻ്റെ ലോകത്ത് അച്ഛനും അമ്മയും എൻ്റെ 2 അനിയത്തിമാർ മാത്രമേ ഉണ്ടായിരുന്നു റാം. ഇപ്പോൾ അവരുടെ കൂടെ നീയുമുണ്ട്. എനിക്കെന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് ഇനി യാചിക്കാൻ വയ്യ റാം. റാം പറയുന്ന പോലെ ഞാൻ ലൂസ് പോണെന്ന് തന്നെയാണ്. ഇന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് പോവാ പാലക്കാട്. യാത്ര പറയാൻ വിളിച്ച ചിലപ്പോൾ നിന്റെ ശബ്ദം കേട്ടാൽ ഞാൻ പോവില്ല. ഇന്ന് നമ്മൾ കാണില്ല. അത് ഞാൻ അംഗീകരിക്കാൻ ശ്രമിക്കും റാം. റാം വേറെ കല്യാണം കഴിച്ചാലും വേറെ കുട്ടികളായാലും എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും അറിയണ്ട. ഞാനിനി റാം നിന്റെ ലൈഫിൽ വരില്ല. എന്നെ മറക്കോ? മെട്രോയിൽ കയറുമ്പോൾ മെറീന ബീച്ചിൽ പോകുമ്പോൾ എങ്കിലും ഓർക്കണേ, എനിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടായിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നാനാണ്. ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെയല്ലേ വായിക്കുന്നത്? കഷ്ടപ്പെട്ടാണ് മംഗ്ലീഷിൽ മലയാളം എഴുതുന്നേ. ഇത് എൻ്റെ ഹൃദയമാണ് റാം. ഇത് ഞാൻ ഇവിടെ മദ്രാസിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. ഐ ലവ് യു റാം. ഉമ്മ, ഗുഡ് ബൈ എന്ന് സ്വന്തം ബൺഗേൾ. റാം പോലും അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്നും 2 കണ്ണുനീർ തുള്ളി കത്തിൽ വീണു. എന്താടാ, അവൾ വല്ല ആത്മഹത്യക്കുറിപ്പും എഴുതി വെച്ചോ? രാഹുൽ പേടിച്ച് ചോദിച്ചു. ലൂസ് പോണ്ട, എനിക്ക് ലവ് ലെറ്റർ എഴുതി വെച്ചിരിക്കുക. അവ ഫീലിങ്സ് എല്ലാമേ ഇതിലിർക്ക്. റാം കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. ഈ കാലത്ത് ലെറ്റർ എഴുത്തോ? രാഹുൽ ചോദിച്ചു. 90 കിഡ്സാണ് അവൾ. എല്ലാ സിനിമയും കണ്ട് തലയ്ക്ക് കീഴിപ്പോയതാണ്. എന്തായാലും അവളുടെ ഈ എഴുത്ത് എനിക്ക് പൊടിച്ചെടുക്ക്. എന്തായാലും നായിക കത്തെല്ലാം എഴുതി വെച്ച് നാട് വിട്ടു പോയതല്ലേ, ബാക്കി ഇനി നായകൻ ചെയ്യാം. റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല? രാഹുൽ കളിയായി ചോദിച്ചു. ഈ പാലക്കാടൻ സീതയെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. എന്തായാലും രാമൻ തേടിക്കൊണ്ട് പോകും. അതുകൊണ്ട് ലക്ഷ്മണനായി കൂടെ വരാൻ നീ തയ്യാറാണോ? റാം ചോദിച്ചു. എപ്പോൾ വന്ന് ചോദിച്ചാൽ മതി, രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പടി നീ ഓക്കെ ഇരുന്നാ? പാലക്കാട്ടേക്ക് 2 ടിക്കറ്റ് പോടും ഇന്ന് നൈറ്റ്. റാം വീട്ടിലേക്ക് ചെന്ന് നേരെ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. ഇനി അവളെ കൂടാതെ തിരിച്ച് മദ്രാസിൽ വരണ്ട കേട്ടോ. ഇല്ലമ്മ, ഞാൻ വരുന്നവരെ അമ്മയെ രാഹുലിനെ വീട്ടിലാക്കുകയാണ്. അവനും ഉണ്ടുകൂടെ. അമ്മ സമ്മതം മൂളി. റാം വേഗം അമ്മയെ കുളിപ്പിച്ച് ഫ്രഷാക്കി അവർക്ക് വേണ്ട മരുന്നും ഡ്രസ്സും എല്ലാം ബാഗിലാക്കി ഫ്ലാറ്റ് പൂട്ടി വീൽ ചെയറിൽ തന്നെ ലിഫ്റ്റിൽ കയറി.
കാറിലേക്ക് ചെയർ മടക്കി വെച്ചുകൊണ്ട് ഉള്ളിലേക്ക് അമ്മയെ എടുത്തുകൊണ്ട് മുന്നിലുള്ള സീറ്റിലിരുത്തി. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ മനസ്സിൽ മുഴുവനും ഒരു ഭാരം പോലെ. എല്ലാം ശരിയാവും കണ്ണാ, ഇങ്ങനെ ടെൻഷൻ ആവരുത് കേട്ടോ, അമ്മ അവനെ നോക്കി പറഞ്ഞു. അമ്മ, എന്തോ ഒരു ടെൻഷൻ പോലെ. ഇനി പാലക്കാട് എത്തുന്നവരെ സമാധാനമില്ല. കാതൽ ഇപ്പോഴിതാ അവൻ്റെ കവളിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയെ വീട്ടിലാക്കി റാം രാഹുലിനെ കൂട്ടി മദ്രാസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോയിൽ തന്നെ കയറിപ്പോയി. രണ്ടുപേരും ചെറിയ ബാഗ് പാക്ക് എടുത്തിരുന്നു. പ്ലാറ്റ്ഫോം 6 ആണ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. അവിടുന്ന് ട്രെയിനിൽ രാത്രി കയറി. പുലർച്ചെ ഏകദേശം ഒരു 4 മണിക്ക് രണ്ടുപേരും ഷൊർണൂർ ഇറങ്ങി. അവിടെ സ്റ്റേഷനടുത്ത് തന്നെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. രണ്ടുപേരും ഒന്ന് മയങ്ങി. ട്രെയിനിലുള്ള യാത്ര കാരണം ഉറക്കം നഷ്ടമായിരുന്നു. പെട്ടെന്നെടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും സീറ്റ് കിട്ടാതെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ശരിക്കും കുടുങ്ങി. രാവിലെ കിടന്ന അവർ ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് എണീറ്റത്. വേഗം ഫ്രഷായി അടുത്തുള്ള അശോക് ഭവൻ ഹോട്ടലിൽ നിന്നും നല്ല ഊണ് വാങ്ങി കഴിച്ചു. റാം തൻ്റെ കയ്യിലുള്ള അഞ്ജലിയുടെ ഫോണിൽ വിളിച്ച് ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. രണ്ടും കൽപ്പിച്ച് അവളുടെ നാടായ ചിറ്റൂർ പോവാമെന്ന് അവൻ കരുതി. ബയോഡാറ്റ സഹിതം തൻ്റെ കയ്യിലുണ്ട്. ജോലിക്ക് വേണ്ടി MDയുടെ കയ്യിൽ നിന്ന് അന്ന് കൊടുത്തതാണ് താൻ. എന്തോ അന്നത് മുഴുവനും ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ഏകദേശം 1 മണിക്ക് ഷൊർണൂരിൽ നിന്നും ലോക്കൽ ബസ്സിൽ കയറി. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ചിറ്റൂർ. ഇനി നേരെ അവിടെ പോയി റൂം എടുക്കാമെന്ന് അവനും രാഹുലും തീരുമാനിച്ചു. പാലക്കാടൻ ഉൾഗ്രാമങ്ങളിൽ കൂടെയുള്ള ഉച്ചക്കഴിഞ്ഞുള്ള ബസ് യാത്ര വളരെ മനോഹരം തന്നെയാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല. പാലക്കാടൻ ആളുകൾക്ക് തമിഴെന്നും പ്രിയം തന്നെയാണ്. ചൂട് പാലക്കാടൻ കാറ്റും ബസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പഴയ തമിഴ് പാട്ടുകളും വിൻഡോ സീറ്റും. റാം വേറെ ഏതോ ലോകത്ത് തന്നെയായിരുന്നു. അഞ്ജലിയുടെ കത്തിൽ പറഞ്ഞ പോലെ അവളെ ആദ്യം കണ്ടപ്പോൾ താനും അവളെ ശ്രദ്ധിച്ചിരുന്നു. ഭാഷ നേരെ പറയാൻ അറിയാതെ ഒരു കാപ്പി കുടിക്കാൻ കഷ്ടപ്പെടുന്ന പെണ്ണ്, കയ്യിൽ ചില്ലറ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം കൊണ്ട് അവൾക്ക് കൂടി കാശ് കൊടുത്ത് വാങ്ങിക്കൊടുത്തു. ഇനി ഒരിക്കലും ഈ മലയാളി പെൺകുട്ടിയെ ജീവിതത്തിൽ കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും കണ്ടു. തന്നെ കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കാൻ നോക്കുന്ന അവളുടെ സ്വഭാവത്തെ ആദ്യം വെറുത്തു. പിന്നീട് അതേ സ്വഭാവം തന്നെ ഇഷ്ടപ്പെട്ടു. തന്നെ അവൾ കിസ് ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടിയിരുന്നു. ശരിക്കുമെന്ന ആ ഒരു മൂഡിൽ എനിക്കും എന്തോ ഒരു ഫീൽ അവളോട് തോന്നിയിരുന്നു. പക്ഷെ മനസ്സിനെ നിയന്ത്രിച്ചു. എന്നാൽ നിയന്ത്രണമില്ലാതെ പെണ്ണ് തൻ്റെ മേൽ ചുംബിച്ചപ്പോൾ താനും ചുംബിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ ഞാനൊരു തമിഴൻ, നീ ഒരു മലയാളി എന്ന ഈഗോ അടുക്കാൻ ശരീരവും മനസ്സും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒഴിവാക്കി. എന്നെ നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോ അഞ്ജു. കേരളത്തിൻ്റെ മുന്നിൽ തമിഴ്നാടിനെ മൊട്ടുകുത്തിച്ചു നീ. അവൻ ചിരിച്ചുകൊണ്ട് ഓർത്തു. പാട്ടിനനുസരിച്ച് അവൻ്റെ വിരലുകൾ ചലിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞു. കരയില്ലടാ. അടുത്തിരുന്ന രാഹുൽ പതുക്കെ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഏയ് ഒന്നുമില്ലടാ. പെട്ടെന്നിട്ട് സോങ് കേട്ടപ്പോൾ അവ ஞாபகம் വந்தாச்சு. ഞാൻ ரொம்ப മിസ് പண்றேன். അവൾക്ക് ഇതേ മാതിരി എന്നെ മിസ് பண்ணுവാ. റാം കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. രാഹുൽ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ രാമ, നീ പെണ്ണുങ്ങളെപ്പോലെ കിടന്ന് കരയില്ലേ? ആണുങ്ങളെ വില കളയാൻ. എന്താ ആണുങ്ങൾക്ക് ഫീലിങ്സ് ഇല്ലേ? എനിക്ക് കരയാൻ വന്നാൽ ഞാൻ കരയും, അല്ലാതെ മസിൽ പിടിച്ചിരിക്കാൻ മുടിയാതെ. റാം പറഞ്ഞിട്ട് രാഹുൽ അവനെ നോക്കി പുഞ്ചിരിച്ചു. ചിറ്റൂർ സ്റ്റോപ്പിൽ കാൽ കുത്തിയപ്പോൾ തന്നെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ. തനിക്ക് പ്രിയപ്പെട്ടവളെ കാണാൻ ഉള്ളം തുടിക്കുന്ന പോലെ. എൻ രാസാത്തി എങ്ക് ഇറക്ക് നീ. അവൻ പതിയെ ഗ്രാമം മൊത്തം വീക്ഷിച്ചുകൊണ്ട് മൊഴിഞ്ഞു.